നമ്മുടെ ജീവിതയാത്രയിൽ മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കളിൽ നിന്നും മറ്റു വഴികളിൽ നിന്നും ഒത്തിരി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിവുകളായി നമുക്ക് പകർന്നു കിട്ടാറുണ്ട്. അതെല്ലാം ശരിയായ അർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്താതിരിക്കുമ്പോൾ മുന്നോട്ടുള്ള യാത്ര എത്രമാത്രം ദുഷ്കരമാകുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഒരിക്കൽ ഒരു വ്യാപാരി ദീർഘയാത്രയ്ക്കായി ഒരുങ്ങി. കാടും മലകളും താണ്ടി വേണം അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ. ആശീർവാദം അങ്ങനായി തൻ്റെ ഗുരുവിനെ സന്ദർശിച്ചു. ഗുരു പറഞ്ഞു, നീ ഏതാനും ദൂരം പിന്നിടുമ്പോൾ 2 അടി മാത്രം നീളമുള്ള ഒരു മനുഷ്യൻ നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നിന്നെ ദ്വന്ദ്വ യുദ്ധത്തിനായി വെല്ലുവിളിക്കും. നീ ആ വെല്ലുവിളി സ്വീകരിക്കണം. നിഷ്പ്രയാസം ആ മനുഷ്യനെ നിനക്ക് പരാജയപ്പെടുത്താനാകും. പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അവനെ നീ ഉടൻ കൊന്നുകളയണം. കൊല്ലാതെ ഒരടി പോലും മുന്നോട്ട് പോകരുത്. ഗുരുവിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ച് വ്യാപാരി പുറപ്പെട്ടു. ഏതാനും ദൂരം മുന്നിട്ടപ്പോൾ അയാൾക്ക് മുന്നിൽ ആ 2 അടി മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ട് ദ്വന്ദ്വ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. വ്യാപാരി വെല്ലുവിളി സ്വീകരിച്ചു. 2 അടി മനുഷ്യനുമായി ഏറ്റുമുട്ടി നിഷ്പ്രയാസം അയാളെ തോൽപ്പിച്ചു. എന്നാൽ അയാളെ കൊന്നുകളയാൻ വ്യാപാരിക്ക് മനസ്സ് വന്നില്ല. വ്യാപാരി അയാളെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ 2 അടി മനുഷ്യൻ അയാളെ പിന്തുടർന്നെത്തിയിരിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് 4 അടി ഉയരമുണ്ട്. വ്യാപാരിയെ ദ്വന്ദ്വ യുദ്ധത്തിന് അദ്ദേഹം വെല്ലുവിളിച്ചു. അവർ ഏറ്റുമുട്ടി. 4 അടിയുള്ള മനുഷ്യനെ വ്യാപാരി നിഷ്പ്രയാസം പരാജയപ്പെടുത്തി. ഈ സമയത്തും അയാളെ കൊല്ലാൻ വ്യാപാരിക്ക് മനസ്സ് വന്നില്ല. അയാളെ അവഗണിച്ച് വ്യാപാരി വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ വീണ്ടും വ്യാപാരിയെ പിന്തുടർന്നെത്തിയിരിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് 6 അടി നീളമുണ്ട്. ഓരോ തവണയും 2 അടി വീതം ഉയരം വെച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അയാൾ വ്യാപാരിയെ ദ്വന്ദ്വ യുദ്ധത്തിനായി വെല്ലുവിളിച്ചു. വ്യാപാരി വെല്ലുവിളി സ്വീകരിച്ച് നിഷ്പ്രയാസം അയാളെ തോൽപ്പിച്ച് മുന്നോട്ട് പോയി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മനുഷ്യൻ വ്യാപാരിയെ പിന്തുടർന്ന് വന്നിരിക്കുന്നു. ഇപ്പോൾ അയാൾക്ക് 8 അടി നീളമുണ്ട്. ഇപ്പോൾ വ്യാപാരിയേക്കാൾ അയാൾ വളർന്നിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. അവർ ഏറ്റുമുട്ടി. ഇപ്രാവശ്യം അയാളെ പരാജയപ്പെടുത്താൻ വ്യാപാരിക്ക് കഠിനമായി എത്തിക്കേണ്ടി വന്നു. മാത്രമല്ല, ഈ തവണത്തെ ഏറ്റുമുട്ടലിൽ ഒരുപാട് പരിക്കുകൾ വ്യാപാരിക്ക് പറ്റി. ഇനി അയാളെ കൊന്നുകളയാൻ വ്യാപാരി ആലോചിച്ചു. എന്നാൽ ഇനി അയാളെ കൊല്ലാൻ തനിക്കാവില്ലെന്ന സത്യം വ്യാപാരി ഒരു ഞെട്ടലോട് തിരിച്ചറിഞ്ഞു. അദ്ദേഹം വളരെ വേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. ഇനിയും തന്നെ പിന്തുടരുമോ എന്ന ഭയത്താൽ വ്യാപാരിക്ക് യാത്രയുടെ വേഗം കൂട്ടേണ്ടി വന്നു. പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താനായില്ല. ആ മനുഷ്യനെക്കുറിച്ചുള്ള ഭീതി വ്യാപാരിയെ പിടികൂടി. ഗുരുവിൻ്റെ ഉപദേശം അനുസരിക്കാത്തതിൻ്റെ തിക്തഫലം അയാൾ അനുഭവിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ പിന്നിട്ടു. വീണ്ടും ആ മനുഷ്യൻ 10 അടി നീളത്തോടെ വ്യാപാരിയെ പിന്തുടർന്നെത്തി. ദ്വന്ദ്വ യുദ്ധത്തിന് വ്യാപാരി അശക്തനായിരുന്നുവെങ്കിലും ആ മനുഷ്യൻ വ്യാപാരിയെ വിടാൻ കൂട്ടാക്കിയില്ല. ആ യുദ്ധത്തിൽ വ്യാപാരി അമ്പയെ പരാജയപ്പെട്ടു. പരിക്കുകളും അതുവഴി സാമ്പത്തിക പരാധീനതകളും കൂടി തന്നെ വരിഞ്ഞു മുറുക്കിയപ്പോൾ യാത്ര മതിയാക്കി തൻ്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങാൻ വ്യാപാരി തീരുമാനിച്ചു. ജീവിതയാത്രയിൽ നേരിടേണ്ടി വരുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും പ്രതിസന്ധികളുമാണ് കഥയിലെ 2 അടി മനുഷ്യൻ. ഓരോ തവണയും അതിനെ നിസ്സാരവൽക്കരിച്ച് അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവ ശക്തി പ്രാപിക്കുകയും വളർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതയാത്രയെ തടസ്സപ്പെടുത്തി ഇടയ്ക്കൊക്കെ നമ്മെ ഇവ വെല്ലുവിളിക്കുമ്പോൾ നാം അവയെ നിസ്സാരമായി കണക്കാക്കുന്നു. പക്ഷെ കാലമേറെ ചെല്ലുമ്പോൾ ജീവിതയാത്രയിൽ തടുക്കാനാവാത്ത പ്രതിസന്ധികളായി ഇവ മാറുന്നു. നേരത്തെ തന്നെ ഉചിതമായ പ്രതിവിധികൾ കണ്ടിരുന്നുവെങ്കിൽ ഇവ ഇത്രയും പ്രാധാന്യം സൃഷ്ടിക്കില്ലായിരുന്നു. ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ടതാണെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.